Okay, guys, let me cut to the chase. As you all know, നമ്മുടെ കമ്പനിയുടെ പ്രൈം പ്രോജക്റ്റായ റെഡ് കോക്ക് നീഡ്സ് an acting project manager. റെഡ് കോക്ക് നമ്മുടെ കമ്പനിയുടെ പ്രൈം പ്രോജക്റ്റ് ആണ്. നമ്മൾ ഈ പ്രോജക്റ്റ് 6 monthsൽ റിലീസ് ചെയ്യണം. സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്ത വെൽ യു കുഡ് ഈവൻ ബിക്കം എ പെർമനന്റ് പ്രോജക്ട് മാനേജർ. ആൻഡ് വൈ നോട്ട് നമ്മുടെ കമ്പനിയുടെ PMO ഡയറക്ടർ ആവാം. യു വിൽ ബി പെയ്ഡ് ഇൻ ലാക്സ് ഇൻ ദ ഫോം ഓഫ് കമ്പനി ഷെയർസ് ടു. ഈ ടൈം ലൈനിൽ ഐ ഗസ് സന്തോഷ് ക്യാൻ പുൾ ദിസ് ഓഫ് ഷം. എന്താ സന്തോഷ്, വുഡ് യു ലൈക്ക് ടു ടേക്ക് ദിസ് അപ്പ്? I would love to, sir. 180 days ചെയ്യുന്ന it's a challenge, but I'll take it up, Shyam. You are sure, Rudran? I'll finish it up in 150 days. രുദ്രൻ, നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞാലും മതി. ബിക്കോസ് ഇത് സമയത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, രുദ്രൻ. Yes, Shyam. I'll take it. are you okay, sir? Yeah, thank you. രുദ്ര, രുദ്ര എന്താ പറ്റിയേ? രുദ്ര, രുദ്ര, രുദ്ര. ഹലോ, എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് അകത്ത് പോവാം. സോ മിസ്റ്റർ രുദ്രൻ, ഒരു ദിവസം എത്ര നേരം ഉറങ്ങും? ലാസ്റ്റ് എപ്പോഴാണ് ഉറങ്ങിയത്? ഡോക്ടർ, ഇവൻ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് 5-6 മാസമായി കാണും. 5-6 മാസമായെന്നാണോ? ഉറങ്ങാതിരുന്ന് അങ്ങനെ എന്താ ജോലി ചെയ്യുന്നേ? He works in a software company, doctor. IT. മെഷീനിൽ ജോലി ചെയ്യണോ അതോ മെഷീനെ പോലെ ജോലി ചെയ്യണോ? നിങ്ങളുടെ ശരീരത്തിനും മൈൻഡിനും ഒരുപാട് സമ്മർദ്ദം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ശരാശരി ഒരു മനുഷ്യന് 7 മുതൽ 8 മണിക്കൂർ വരെയാണ് ഉറക്കം വേണ്ടത്. അങ്ങനെ നിങ്ങൾ ഉറങ്ങാതിരുന്ന് ബ്രെയിൻ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കൊടുക്കുന്നത് കൊണ്ടാണ് അതിനാവശ്യമുള്ള റെസ്റ്റ് നിങ്ങളോട് ചോദിക്കാതെ തന്നെ അത് എടുക്കുന്നത്. ഉറക്കം വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇഫ് ഐ എം നോട്ട് റോങ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മൾട്ടി ടാസ്കിങ് ഒരുപാട് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. Am I right? See, മൾട്ടി ടാസ്കിങ് ഇന്ന് എല്ലാവരും ചെയ്യുന്നതാണ്. പാട്ട് കേട്ടുകൊണ്ട് ന്യൂസ് റീഡ് ചെയ്യുന്നു, കോഫി കുടിക്കുന്നു, ചില ആൾക്കാർ ഇതൊക്കെ ചെയ്തുകൊണ്ട് കാറ് ഓടിക്കുന്നു. അതങ്ങനെ ഒരുപാടായി കഴിഞ്ഞാൽ മൈൻഡിനെ ബാധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഈ ടെസ്റ്റിൽ ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെയാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. ജോലി എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ആരോഗ്യം, അതാണ് ജീവിതം. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇത് മാത്രമാണ്. യെസ്, ഐ വിൽ ഗിവ് യു സം ബേസിക് മെഡിക്കേഷൻ. ബട്ട് ടോപ്പ് ഇറ്റ് ഓൾ, ജോലിയൊക്കെ കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ടേക്ക് എ ബ്രേക്ക്. തിരക്ക് പിടിച്ച ഈ ജോലിക്കിടയിൽ നിന്ന് ഇദ്ദേഹത്തെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകും. ഗെറ്റ് സം ഫ്രഷ് എയർ. ഏറ്റവും ആദ്യം ഇതൊന്നെടുത്ത് മാറ്റി വെച്ചിട്ട് പോകും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഈ ജോലി വേണ്ട, ഒന്നും വേണ്ട, കളഞ്ഞു വാ. ഓഹോ, വലിച്ചെറിഞ്ഞിട്ട് ഞണ്ണം പിന്നെ തെണ്ടണോ? നില, ഞാൻ പറഞ്ഞല്ലേ എന്റെ വർക്ക് എല്ലാം കഴിഞ്ഞതും പോവാ. നിനക്കെന്താ പറ്റിയേ? എപ്പോഴും എന്തിനാ ജോലി എന്ന് പറഞ്ഞ് ഉറക്കവും ഇല്ല, ഒരു സമാധാനം ഇല്ലാതെ. അങ്ങനെ എന്നെക്കാളും പ്രധാനപ്പെട്ട എന്ത് ജോലി നിനക്കുള്ളേ? എന്തിനാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നേ? വെറുതെ നിലവിളിക്കല്ലേ, മനുഷ്യന് സ്വയം തരാണ്ട്. ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വെറുതെ മനുഷ്യന് ദേഷ്യം പിടിപ്പിക്കുന്നു.
നില ഹേ ഇങ്ങോട്ട് നോക്കിയേ. നില, എനിക്ക് ഒരുപാട് സമ്പാദിക്കണം. ലൈഫിൽ എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവണം. നിന്നെ പൊന്നു പോലെ നോക്കണം, നിന്റെ അച്ഛൻ നോക്കിയതിനേക്കാളും. ഈ പ്രോജക്റ്റ് കിട്ടിയത് എനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാ. ഐ വോണ്ട് ടു യൂട്ടിലൈസ് ഇറ്റ്. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. പണം എനിക്ക് സന്തോഷമാണെന്നാണെന്ന് വിചാരിക്കുന്ന രുദ്ര, കാശും പണമൊക്കെ ഞാൻ ചെറിയ പ്രായം തുടങ്ങി കുറെ കണ്ടതാ. അതിലൊന്നും അല്ല സന്തോഷം. എപ്പോ എന്റെ അച്ഛൻ പണത്തിന് പിന്നാലെ ഓടാൻ തുടങ്ങിയോ അപ്പൊ തന്നെ എന്നെ വിട്ട് ദൂരേക്ക് അകന്നുപോയി. അച്ഛന്റെ സ്നേഹത്തിന് വേണ്ടി ഏങ്ങിയിട്ടുണ്ട്. എവിടുന്നോ നീ വന്നിട്ട് എന്നെ സന്തോഷപ്പെടുത്തിയിട്ട് ഇനി എല്ലാം നീ മാത്രമാണെന്ന് വിചാരിച്ചപ്പോ എന്നെ വിട്ടിട്ട് പോവല്ല നീ. ജോലി ജോലി എന്ന് പണത്തിന് പിന്നാലെ ഓടുന്ന രുദ്രനെ അല്ല ഞാൻ സ്നേഹിച്ചത് എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ ചെറിയ ഓരോ മൊമെന്റ്സ് എനിക്ക് വേണ്ടി തന്ന എന്റെ രുദ്രനെ. ആ രുദ്രന്റെ കൂടെ ജീവിതകാലം മുഴുവനും എനിക്ക് ജീവിക്കണം. പറടാ, അളിയാ, ഇവിടെ ശ്യാം കിടന്ന് ബഹളം ഉണ്ടാക്കും. നീ എവിടാ? വന്നോണ്ടിരിക്കാന്ന് പറ. എന്നെ എവിടേക്കോ കൂട്ടിക്കൊണ്ടോന്ന് പറഞ്ഞിട്ട് ഇനി റെഡി ആയില്ലേ?